ഈ വാരാന്ത്യവും മനോരമ മാക്സിൽ പ്രണയവും ആവേശവും നിറയുന്ന ഒരു സിനിമാ മാമാങ്കത്തിന് തിരശ്ശീല ഉയരുകയാണ്. ഫെബ്രുവരി 14-ന് തിയേറ്ററുകളെ പ്രണയത്തിലാഴ്ത്തിയ 40കളിലെ പ്രണയം മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചു. പ്രണയിച്ചിട്ടുള്ളവർ മാത്രം കാണുക എന്ന വിശേഷണത്തോടെ സംവിധായകൻ രമേശ് എസ് മകീരം ഒരുക്കിയ ഈ ചിത്രം 40കളിലെ പ്രണയത്തെ ഏറ്റവും പക്വവും വൈകാരികവുമായ ഒരു ഹൃദയബന്ധമായി ആവിഷ്കരിച്ചിരിക്കുന്നു. പ്രണയിച്ചവർക്കും പ്രണയിക്കുന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന കഥയാണ് 40കളിലെ പ്രണയം. വിഷു റിലീസായി എത്തിയ ധ്യാൻ ശ്രീനിവാസൻ ചിത്രം ആപ് കൈസേ ഹോ മനോരമ മാക്സിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചു. ഒരു റിസോർട്ടിലെ വിവാഹ നിശ്ചയവും തുടർന്നുണ്ടാകുന്ന അപ്രതീക്ഷിത ബഹളങ്ങളും വിനയ് ജോസ് ഈ ഫീൽ ഗുഡ് മൂവിയിലൂടെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. ധ്യാൻ ശ്രീനിവാസൻ്റെ സ്വതസിദ്ധമായ ശൈലിയും ചിരി മുഹൂർത്തങ്ങളും ചിത്രത്തെ മികച്ച ഒരു എൻ്റർടൈനറാക്കുന്നു. ഖൈസ് മില്ലൻ സംവിധാനം ചെയ്ത പുരസ്കാര നിറവിലുള്ള ചിത്രം തല ഏപ്രിൽ 18-ന് മനോരമ മാക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചു. തീരദേശവാസികളുടെ അതിജീവനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും കഥ പറയുന്ന ഈ ചിത്രം വേറിട്ടൊരു കാഴ്ച അനുഭവം ഉറപ്പു നൽകുന്നു. ചിത്രത്തിലെ മികച്ച പ്രകടനത്തിലൂടെ സ്നേഹാനു മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയിരുന്നു. അനൂപ് പുരുഷോത്തം സംവിധാനം ചെയ്ത സൂപ്പർ ജിംനി ഒരു പഞ്ചായത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെയും അവർ നേരിടുന്ന സാമൂഹിക വെല്ലുവിളികളുടെയും കഥ മനോഹരമായി പറഞ്ഞുവയ്ക്കുന്നു. ബാലതാരം മീനാക്ഷി പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രത്തിൽ മലയാളത്തിലെ പ്രമുഖ താരങ്ങളും അണിനിരക്കുന്നു. മഴവിൽ മനോരമയിലെയും മനോരമ ന്യൂസിലെയും ഹിറ്റ് പ്രോഗ്രാമുകൾക്ക് പുറമെ 500-ലധികം ബ്ലോക്ക് ബസ്റ്റർ സിനിമകളും 24,000 മണിക്കൂർ നീളുന്ന വിനോദശേഖരവുമാണ് മനോരമ മാക്സ് പ്രേക്ഷകർക്കായി ഒരുക്കിയിരിക്കുന്നത്. തിയേറ്റർ റിലീസുകൾക്ക് സമാനമായ ആവേശവും പുതുമയുമായി മനോരമ മാക്സ് ഓരോ വാരവും നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് സിനിമാ വിരുന്നെത്തിക്കുന്നു.